ഇതൊരു സാധാ പുസ്തകമാണെന്ന് വിചാരിക്കും. വെറും പേജുകൾ മാത്രമുള്ള ഒരു ബുക്ക്. നിലവിൽ ഇതിന് വല്ല സ്ഥാനമുണ്ടോ? ഇല്ല. സാധാ പോലെ നിങ്ങൾ നിലത്തിട്ടാലും അല്ലെങ്കിൽ സാധാ സ്ഥലങ്ങളിൽ വെക്കേണ്ടടുത്ത് വെച്ചാലും ഇതിന് ഒരു വാല്യൂവും ഇല്ല. പക്ഷേ ഈ പേജുകളുള്ള ബുക്കിൻ്റെ അകത്ത് എഴുത്ത് കുത്തുകൾ വരുമ്പോൾ, അതും ദീനീയായ എഴുത്തുകൾ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരുകളടങ്ങിയ ഇൽമി എഴുത്ത് കുത്തുകൾ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഇതിന് സ്ഥാനം കൂടി. ഇപ്പോൾ റബ്ബി സിദ്നി എന്ന് പേരുള്ള ഈ ഒരു പുസ്തകം, ഇതിനകത്ത് ഒരുപാട് ഇൽമുകളുണ്ട്. ഇതിനെ നിലത്തിടാൻ പാടില്ല. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വെക്കരുത്. സാധാ സ്ഥലങ്ങളിലൊന്നും ഇതിനെ വെക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇൽമ് ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ ഈ പുസ്തകത്തിൻ്റെ സ്ഥാനം കൂടി. അതുപോലെയാണ് ഒരു മനുഷ്യൻ്റെയും അവസ്ഥ. ഒരു മനുഷ്യൻ സാധാ മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ്റെ അകത്തേക്ക് ഇൽമുകൾ വരുമ്പോൾ അയാളെ പറ്റി നമ്മൾ ആലിം എന്നാണ് പറയാം. ആ ആലിമിന് അള്ളാഹു ഒരുപാട് ബഹുമാനം കൊടുക്കുന്നു. അയാളെ സാധാ ആളുകളെ പോലെ കാണാൻ പാടില്ല. എന്നാൽ ആലിമീങ്ങളുടെ ആലിമായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം അല്ലെങ്കിൽ അവിടത്തേക്കുള്ള ഒരു സ്ഥാനം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇൽമിൻ്റെ ബഹറായ ആ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുമാത്രം സ്ഥാനമായിരിക്കും. ആ മുത്തുനബിയെ സാധാ മനുഷ്യരെന്ന് പറഞ്ഞാൽ എത്രമേൽ അപകടകരമായിരിക്കും. അള്ളാഹു കാക്കട്ടെ.